ഹായ് ഓൾ, പ്രൈസ് ലോർഡ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് വലിയൊരു വീഡിയോ ആയിട്ട് പിന്നെയും നിങ്ങളുടെ മുമ്പിലോട്ട് വരുന്നത്. ഞങ്ങൾ അൽഹസയിലുണ്ട്. കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ടവർക്കറിയാം, ഞങ്ങൾ അൽഹസയിലുണ്ട്. അൽഹസയിലാണ് ഞങ്ങളുടെ അനിയത്തി താമസിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഈവനിങ് ഒന്ന് വെളിയിലോട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അതിന് കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ടവർക്കറിയാം, ഞങ്ങളെ കുഞ്ഞുങ്ങൾ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെയും കൊണ്ട് ഞങ്ങൾ താമസിക്കുന്ന ഷറൂറയിലാണ്. അപ്പോൾ കുഞ്ഞുങ്ങളെയും കൊണ്ട് അനിയത്തിയുടെ വീട്ടിലോട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ ഈവനിങ് ഞങ്ങളൊന്ന് വെളിയിൽ ഇറങ്ങിയതാണ്. ഇത് നമുക്ക് മുകളിലോട്ട് നോക്കുമ്പോൾ അറിയാം. ഞാൻ ഈ വീഡിയോ തുടങ്ങിയപ്പോൾ തന്നെ നിങ്ങളിതിൻ്റെ മുകൾ ഭാഗം കണ്ടിട്ടുണ്ടാകും. ഒത്തിരി കണ്ടോ, വൈറ്റ്, യെല്ലോ, അതുപോലെ ഒത്തിരി നിറങ്ങൾ കൊണ്ടുള്ള കുടകൾ അത് ഹാങ് ചെയ്തിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് മൊത്തത്തിൽ ആ ഹോള് മുഴുവനായിട്ട് ഹാങ് ചെയ്തിട്ടിരിക്കുമ്പോൾ അത് കാണാൻ ഭയങ്കരമായിട്ടുള്ള ഭംഗിയാണ് കേട്ടോ. അപ്പോൾ അത് ഒത്തിരി നേരം ഞങ്ങളതൊന്ന് കണ്ടു. അപ്പോൾ അതിൻ്റെ താഴെയായിട്ട് ഫുഡ് കഴിക്കാനുള്ള എല്ലാ കാര്യാദികളും എല്ലാ സംഭവങ്ങളും അതിൻ്റെ താഴെ തന്നെ ഉണ്ട്. ഒത്തിരി അറബികളൊക്കെ വന്ന് അവർ ഫാമിലീസൊക്കെ സ്പെൻഡ് ചെയ്യുന്ന ഒരു സ്പോട്ടാണിത്. അപ്പോൾ നമ്മളവിടെ ഒത്തിരി നേരം നമ്മൾ സ്പെൻഡ് ചെയ്തു കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ആ താഴെ കാണുന്ന വെള്ളം കണ്ടോ, അതിനകത്ത് മീനൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു കാഴ്ചയാണ് അവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ അല്പസമയം വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. അതിനുശേഷം ഇതിന് പിറക് സൈഡിലായിട്ട് കുഞ്ഞുങ്ങൾക്ക് കളിക്കാനായിട്ടുള്ള ഒരു പാർക്കൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ പിറകിൽ പോയി ഞങ്ങൾ കുഞ്ഞുങ്ങളെയൊക്കെ അല്പസമയം അവിടെ കളിപ്പിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇതൊരു സന്തോഷമല്ലേ. ഇപ്പം നമുക്ക് ജീവിതത്തിനകത്ത് എപ്പോഴും ഈ സമയമൊക്കെ കിട്ടണമെന്നില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഹസ്ബൻഡും അതുപോലെ നമ്മുടെ സഹോദരങ്ങളൊക്കെ ഒരുമിച്ച് അല്പസമയം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ കിട്ടുക എന്ന് പറയുന്നത് അത് വലിയ സന്തോഷം തന്നെയാണ്. അപ്പോൾ നമ്മൾ മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 10-45 ദിവസം മാത്രമേ സൗദിയിൽ കുഞ്ഞുങ്ങളുണ്ടായിട്ടുള്ളൂ. ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോയി അവർ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 10 ദിവസത്തോളം മാത്രമേ ഞങ്ങളവിടെ ദമാമിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ടൈം ഈ വീഡിയോ മുന്നേ കണ്ടിട്ടുള്ളവർക്കറിയാം, ഞങ്ങൾ ആദ്യം ഒരു വട്ടം പോയിട്ടുണ്ടായിരുന്നു. പിന്നീട് കുഞ്ഞുങ്ങളെ കൊണ്ട് എൻ്റെ ഹസ്ബൻഡ് നേരെ വന്നത് ദമാമിലോട്ടാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾ മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ട്. അവിടെ ഒത്തിരി അവർക്ക് സമയം അവർക്ക് ചിലവഴിക്കാനുള്ള കാറുകളും അതുപോലെ തന്നെ സൈക്കിളും ഒക്കെ ഒത്തിരി സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അല്പസമയം കുഞ്ഞുങ്ങളെയൊക്കെ അവിടെ നിർത്തി അവരെ കളിപ്പിച്ചേച്ചാണ് മടങ്ങിപ്പോയത്. സൗദിയിലെ ഞങ്ങളുടെ യാത്രയിൽ മാക്സിമം വിശേഷങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഈ വീഡിയോസ് കാണുന്ന പലരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അപ്പോൾ ചാനൽ വീണ്ടും നിങ്ങൾക്ക് ഈ വിശേഷങ്ങളൊക്കെ സൗദിയിലെ വിശേഷങ്ങളും ഞങ്ങളുടെ യാത്രകളും ഒക്കെ നിങ്ങളുടെ മുമ്പിൽ വരുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഈ ചാനൽ കാണാൻ. അപ്പോൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളവർക്കറിയാം, ഇതെൻ്റെ അനിയത്തിയുടെ കുഞ്ഞാണ് കേട്ടോ. റെഡ് കാറിൽ പോകുന്നത് അതെൻ്റെ അനിയത്തിയുടെ കുഞ്ഞാണ്. അല്ലു എന്നാണ് അവൻ്റെ പേര്. അതുപോലെ തന്നെ ഈ മഞ്ഞക്കാറിൽ പോകുന്നത് എൻ്റെ മോനാണ്, ഡേവിഡ് എന്നാണ് അവൻ്റെ പേര്. നമ്മൾ അൽഹസയിലെ സ്ട്രോബെറി ഫാമിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആ ഫാമിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് ഈ കുടകൾ കൊണ്ട് മായജലം തീർത്തിരിക്കുന്ന ഈ സ്പോട്ട് വരുന്നത്. അപ്പോൾ അൽഹസയിലോ ദമാമിലുള്ള ആരെങ്കിലും ഈ സ്ഥലം വിസിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, ഇവിടെയുള്ള സ്ട്രോബെറി ഫാമും അതുപോലെ ബോട്ട് യാത്രയും ഈ കുടകൾ കൊണ്ടുള്ള മായജലം ഒക്കെ കണ്ടിട്ടില്ലെങ്കിൽ ഈ സ്ഥലം തീർച്ചയായിട്ടും നിങ്ങൾ വിസിറ്റ് ചെയ്യണം. അതോടൊപ്പം ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.